ഹലോ. അപ്പം നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദ വേണം കേട്ടോ. അത് എത്രയെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് പാല് വേണം. ഞാൻ വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഇത്രയും ഐറ്റംസ് മതി. നമുക്ക് അടിപൊളി കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാനില എസൻസും കൂടി വേണേ. മുട്ട ഒരു 3 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, ഈ ഒരു കപ്പിലാട്ടോ ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി. ഒരു 250 ml വരും കേട്ടോ. എന്നിട്ട് ആ കപ്പിൽ നിന്ന് നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുക്കാം. ഏത് കൊക്കോ പൗഡർ ആണെങ്കിലും എടുക്കാം. എന്നിട്ട് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരിക്കണം. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരു 2-3 പ്രാവശ്യമൊക്കെ അരിക്കാം, അത്രയും നല്ലതാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ അതേ കപ്പിൽ തന്നെ നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ 3 മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം 1 സ്പൂൺ വാനില എസൻസും ആ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് എണ്ണയും ഈ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ, അതും കൂടി ചേർത്ത് നമുക്ക് നല്ല ക്രീമി ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. മിക്സിയിൽ നമ്മളൊരു നല്ലൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കുറേശ്ശെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മെല്ലെ മെല്ലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കൊരു കട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നമ്മൾ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തിക്കായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാല് ചേർക്കാം കേട്ടോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ പരിവം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇത് അതിൽ ചേർത്തിട്ട് നന്നായി ടാപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഉണ്ടാക്കുന്ന കേക്ക്. അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ കുക്കറിനകത്ത് വെച്ചു. അതിനകത്ത് കറക്റ്റ് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ വെന്ത് കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടത്. എന്നിട്ട് ഞാൻ കണ്ടോ, മേൾഭാഗം മുറിച്ചെടുത്ത് കളഞ്ഞു. അങ്ങനെ 2 കേക്ക് ഞാൻ ഉണ്ടാക്കി. ആ സമയം നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം. വിപ്പിംഗ് ക്രീം പൗഡറിൻ്റെ ഇൻസ്ട്രക്ഷൻ നോക്കുക കേട്ടോ. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് പാല് ചേർക്കുക. നല്ല തണുത്ത പാലായിരിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് നേരം അടിക്കരുത്. കുറച്ച് ഒരു മിനിറ്റിൽ കുറവ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മളിതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മളിതിന് മുകളിൽ അങ്ങ് തേച്ച് കൊടുക്കുക. അങ്ങനെ ഒരു ലെയർ ക്രീം തേച്ച് പിന്നെയും ഒരു കേക്ക് വെച്ച് ക്രീം തേച്ചു. അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കണ്ടോ, ഞങ്ങൾ ചെറിയൊക്കെ വെച്ച് പിന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ കേക്ക്? എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ബൈ ബൈ.